എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ബ്രില്യൻ പാല സ്റ്റഡി സെന്ററിന്റെ വെബ്സൈറ്റായ brilliantpala.org നമ്മൾ റീസെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത പ്രഡിക്റ്റർ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം വഴി ജോസ സീറ്റ് പ്രഡിക്ഷൻസ് നടത്താൻ പോവുകയാണ് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് നോക്കാം. ആദ്യമേ തന്നെ ബ്രില്യൻ പാല എന്നൊരു ബ്രൗസറിൽ സെർച്ച് ചെയ്യുക. ഫസ്റ്റ് ഓപ്ഷൻ ഇതാ brilliantpala.org എന്ന് പറയുന്ന നമ്മുടെ സൈറ്റിന്റെ ലിങ്ക് വന്നിട്ടുണ്ട്. ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കിയതാ ഈ ഒരു സൈഡിലായിട്ട് അഡ്മിഷൻ കൗൺസിലിംഗ് സപ്പോർട്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നേരെ ഒന്ന് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേനും അവിടെ മെയിൻ കാറ്റഗറി എന്ന് പറഞ്ഞൊരു ബോക്സ് കാണാം. അവിടെ കോളേജ് റാങ്ക് പ്രഡിക്റ്റർ എന്ന് പറഞ്ഞ രണ്ടാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അടുത്ത പേജിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. ഇതാണ് നമ്മുടെ പ്രഡിക്റ്റർമാരുടെ ലിസ്റ്റ് എന്ന് പറയുന്നത്. ആക്സസ് ആ പ്രഡിക്റ്റേഴ്സ് എന്ന് പറഞ്ഞൊരു ഹെഡിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ ഏറ്റവും താഴെ ജോസ റാങ്ക് ആൻഡ് കോളേജ് പ്രഡിക്റ്റർ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ വേണ്ട ഓപ്ഷനും ഉണ്ട്. അതിൽ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. യെസ്, ജോസ കോളേജ് പ്രഡിക്റ്റർ 2026. സോ ഈ ഒരു പ്രോഗ്രാം വഴി നിങ്ങളുടെ ജെയ് മെയിൻ അല്ലെങ്കിൽ ജെയ് അഡ്വാൻസ് എക്സാമിൻ്റെ റാങ്ക് ഒക്കെ അനുസരിച്ച് ഏതെല്ലാം കോളേജുകളിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ ജെയ് അഡ്വാൻസ്ഡ് ഉണ്ട്, ജെയ് മെയിൻ ഉണ്ട്, രണ്ട് ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ IITസിലാണ് സ്പെസിഫിക് ആയിട്ട് ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് എങ്കിൽ ജെയ് അഡ്വാൻസ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾ ജെയ് മെയിൻ ആണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷനായിട്ട് വരാൻ പോകുന്നത് NITs അതുപോലെ NIFTs പോലത്തെ കോളേജുകളിലായിരിക്കും. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഫോർ എക്സാമ്പിൾ ജെയ് അഡ്വാൻസ്ഡ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യുന്നത്. യെസ്, അപ്പോൾ അതിന് താഴെയായിട്ട് നമ്മുടെ റാങ്ക് എൻ്റർ ചെയ്യാനുള്ള ഒരു കോളമാണ്. അപ്പോൾ ആ റാങ്ക് ഫില്ല് ചെയ്യുന്നതിന് കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. ഞാനിപ്പോൾ ഇവിടെ തൽക്കാലത്തേക്ക് 555 എന്ന് പറഞ്ഞൊരു ഓൾ ഇന്ത്യ റാങ്കാണ് ഞാനിവിടെ കൊടുക്കുന്നത്. അടുത്ത് നമുക്ക് എൻ്റർ ചെയ്യേണ്ടത് നമ്മുടെ ജെൻഡറാണ്. രണ്ട് ഓപ്ഷനാണ്, ജെൻഡർ ന്യൂട്രൽ അതുപോലെ ഫീമെയിൽ ഉള്ളി. നിങ്ങൾ ഏത് ജെൻഡറാണോ അത് അവിടെ ഫില്ല് ചെയ്യുക. അടുത്തതായിട്ടുള്ളത് ഡൊമിസൈൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. അതായത് നിങ്ങൾ ഏത് സ്റ്റേറ്റിലെ വിദ്യാർത്ഥിയാണോ ആ ഒരു സ്റ്റേറ്റ് ആണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത്. ഓഫ് കോഴ്സ് ഞാനിവിടെ എൻ്റർ ചെയ്യാൻ പോകുന്നത് കേരള എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. ഓക്കെ, അടുത്തത് കോഴ്സ് ടൈപ്പ് ആണ്. ഇവിടെ ഇത്രയധികം കോഴ്സുകളുടെ ഓപ്ഷൻസ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. BArch 5 years, BSc അതുപോലെ BSc plus MSc, BSc plus MBA, BTech plus MTech, BTech plus MBA അതുപോലെ ഇൻ്റഗ്രേറ്റഡ് മാസ്റ്റേഴ്സ് പ്രോഗ്രാം. ഇത്രയധികം ഓപ്ഷൻസ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഏത് പ്രോഗ്രാമാണ് അല്ലെങ്കിൽ ഏത് കോഴ്സാണ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ ആഗ്രഹം എന്നുള്ളത് അത് നമുക്കിവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ രണ്ട് ഓപ്ഷൻ, അതായത് BArch 5 yearsൻ്റെയും അതുപോലെ BTech 4 yearsൻ്റെയും ഓപ്ഷൻസാണ് ഞാനിവിടെ ക്ലിക്ക് ചെയ്യുന്നത്. ഈ ഓപ്ഷൻസിൽ ഏതിലൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്യുവാണെങ്കിൽ നമ്മൾ കോളേജസ് പ്രെഡിക്റ്റ് ചെയ്യുമ്പോഴത്തേനും അത്രയും കോഴ്സുകളുള്ള കോളേജുകളുടെ ഒരു വലിയൊരു ലിസ്റ്റ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഞാനിപ്പോൾ അത്രയും പോകുന്നില്ല. BTechഉം BArch ഞാൻ ഈ രണ്ട് കോഴ്സുകൾ മാത്രമേ ചൂസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, സോ യെസ്, അടുത്തത് നമ്മുടെ സീറ്റ് ടൈപ്പ് അല്ലെങ്കിൽ സീറ്റ് കാറ്റഗറി എന്നുള്ള ഒരു ഓപ്ഷനാണ്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാം EWS, PWD, OBC NCL ഉണ്ട്, അതുപോലെ തന്നെ OBC NCL PWD, ഓപ്പൺ സീറ്റ് കോട്ടയുണ്ട്, അവിടെയും ഓപ്പൺ പ്ലസ് PWD. ഇതിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഒരു റാങ്ക് എൻ്റർ ചെയ്തല്ലോ. ഇപ്പോൾ ഈ ഒരു 555 എന്ന് പറഞ്ഞൊരു റാങ്ക് ഞാൻ അവിടെ എൻ്റർ ചെയ്തു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ നിങ്ങൾ ഈ പറഞ്ഞ OBC NCL എന്ന് പറഞ്ഞൊരു കാറ്റഗറിയിൽ പെടുന്ന ആളാണ് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ മാത്രം ക്ലിക്ക് ചെയ്താൽ മതി. ദാറ്റ് ഈസ് OBC NCL. ഇനി നിങ്ങൾ OBC NCLൽ ഉൾപ്പെടുന്ന ഒരു വിദ്യാർത്ഥിയാണ്, പക്ഷേ ആ കാറ്റഗറിക്കുള്ളിൽ തന്നെ, അതായത് ഈ പറഞ്ഞ OBC NCL കാറ്റഗറിക്കുള്ളിൽ തന്നെ ഒരു PWD വിഭാഗം, അതായത് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് എന്നുള്ളൊരു ഒരു ഇന്റേണൽ റാങ്കിങ് കൂടെ അവിടെ ഉണ്ട് എങ്കിൽ ആ റാങ്കാണ് നിങ്ങൾക്കിവിടെ, അതായത് ഈ മേളിൽ ഈ ഒരു റാങ്കിന്റെ കോളത്തിൽ എൻ്റർ ചെയ്യേണ്ടത്. ഓക്കെ, അതുപോലെ നിങ്ങളൊരു SC വിദ്യാർത്ഥിയാണ്, എന്നാൽ നിങ്ങൾ PWD പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ആ ഒരു വിഭാഗത്തിൽ പെടുന്ന ആളല്ല എങ്കിൽ ജസ്റ്റ് SC എന്ന് മാത്രം ക്ലിക്ക് ചെയ്യുക. ഇനി SC കാറ്റഗറിയിൽ നിങ്ങളുണ്ട്, അതോടൊപ്പം അതിനുള്ളിലെ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് എന്ന് പറഞ്ഞ ഒരു കാറ്റഗറിയിൽ നിങ്ങളുണ്ട് എങ്കിൽ SC plus PWD. ഒരു എക്സാമ്പിളായിട്ട് ഒന്നുകൂടെ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ആ ഒരു കാറ്റഗറിയാണ് ഇപ്പോൾ കൊടുക്കേണ്ടത്. ഓപ്പൺ അതുപോലെ ഓപ്പൺ PWD, ഈ രണ്ട് കാറ്റഗറീസ് ആണ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ പ്രഡിക്റ്റ് കോളേജസ് എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്യുന്ന താഴേക്ക് നോക്കിയാൽ യെസ്, നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് നമ്മുടെ അല്ലെങ്കിൽ നമ്മൾ എൻ്റർ ചെയ്ത മാർക്കിനനുസരിച്ച്, നമ്മൾ എൻ്റർ ചെയ്ത കാറ്റഗറി അനുസരിച്ച് നമുക്ക് ഏതെല്ലാം കോളേജുകളിലേക്ക് അഡ്മിഷൻ ലഭിക്കും എന്നുള്ളതിൻ്റെ ഒരു സാധ്യത ലിസ്റ്റാണ്. ഓക്കെ, പ്രഡിക്റ്റർ ആണല്ലോ. ഓക്കെ, അപ്പോൾ സാധ്യത ലിസ്റ്റാണ്. അപ്പോൾ നമുക്കൊന്ന് വിശദമായിട്ട് തന്നെ നോക്കാം. ആദ്യമേ തന്നെ ഓപ്ഷനായിട്ട് വന്നിരിക്കുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ബോംബെ, IIT ബോംബെ ആണ് വന്നിരിക്കുന്നത്. അവിടെ BTech 4 years എന്ന് പറഞ്ഞ കോഴ്സാണ്. മഹാരാഷ്ട്ര, ടൈപ്പ് IIT, ചാൻസസ് ലോ. ഓക്കെ,
അത് ലോ ആകാൻ കാരണം എന്താ, ഇവിടെ ഒരു കാര്യമുണ്ട്, ക്ലോസിംഗ് റാങ്ക് എന്നുള്ളത്. ക്ലോസിംഗ് റാങ്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത് 433 കഴിഞ്ഞ വർഷം IIT ബോംബെയിൽ അഡ്മിഷൻ ലഭിച്ച കുട്ടി അല്ലെങ്കിൽ അഡ്മിഷൻ ലഭിച്ച ഏറ്റവും ലീസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് 433 അതുകൊണ്ടാണ് ഇവിടെ ക്ലോസിംഗ് റാങ്ക് 433 കൊടുത്തിരിക്കുന്നത്. നമ്മൾ എൻ്റർ ചെയ്ത മാർക്ക് എത്രയായിരുന്നു? 555 ആയിരുന്നു അല്ലേ, 555. അത് ഈ പറഞ്ഞ റാങ്കിലും താഴെ ആയതുകൊണ്ടാണ് ഇവിടെ ലോ ചാൻസ് എന്ന് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഒന്ന് താഴേക്ക് വരികയാണെങ്കിൽ ഇതാ IIT റൂർക്കെ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി റൂർക്കയിൽ ഉത്തരാഖണ്ഡിലുള്ള IIT ആണ്. അവിടെയുള്ള നമ്മുടെ ചാൻസ് എന്ന് പറയുന്നത് ഹൈ ആണ്. കാരണം എന്താണ്? ഇതാ ക്ലോസിംഗ് റാങ്ക് ഈസ് 592. കഴിഞ്ഞ വർഷം IIT റൂർക്കയിൽ അഡ്മിഷൻ നേടിയവരിൽ അവസാനത്തെ റാങ്കായി എത്തിയത് 592 സ്ഥാനത്തുള്ളൊരു വിദ്യാർത്ഥിയായിരുന്നു. കാരണം എന്താണ്? ആ കാണിച്ചിരിക്കുന്ന റാങ്കിനേക്കാൾ എന്തുകൊണ്ട് മെച്ചപ്പെട്ട ഒരു റാങ്കാണ് നമ്മൾ ഇപ്പോൾ എൻ്റർ ചെയ്തത്. അതുകൊണ്ട് ഇവിടെ നമുക്ക് അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ താഴേക്ക് നോക്കുകയാണെങ്കിൽ ഇതാ നിരവധി ഓപ്ഷൻസ് ഉണ്ട്. IIT ഡൽഹി ഉണ്ട്, IIT ഹൈദരാബാദ്, IIT ഗുവാഹട്ടി, അങ്ങനെ ഇഷ്ടം പോലെ നിരവധി IITസിലൊക്കെ നമ്മുടെ ചാൻസസ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ള അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നമ്മുടെ സെർച്ച് കുറച്ചുകൂടെ അനായാസമാക്കാനുള്ള ഒരു ഫാക്ടറും കൂടെ ഒരു പ്രോഗ്രാം കൂടെ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഈ പ്രൊഡിക്റ്റഡ് കോളേജസ് എന്ന് പറഞ്ഞ ഒരു ലിസ്റ്റിന്റെ തൊട്ട് മുകളിലായി റിഫൈൻ യുവർ റിസൾട്ട്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൂടെ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുകയാണ് എങ്കിൽ നമുക്ക് കുറച്ചുകൂടെ റിഫൈൻഡ് ആയിട്ട് നമ്മുടെ സെർച്ചിനെ ഒരു ലഘൂകരിക്കാൻ നമുക്ക് സാധിക്കും. ഇവിടെ സ്റ്റേറ്റ്, ബ്രാഞ്ച്, കോഴ്സ് ടൈപ്പ്, കോട്ട, ഇൻസ്റ്റിറ്റ്യൂട്ട് ടൈപ്പ്, ചാൻസ്, ഇത്രയും ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ സ്റ്റേറ്റിൻ്റെ അവിടെ കൊടുത്തത് ഡൊമിസൈൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. അത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഏത് സ്റ്റേറ്റിലെ വിദ്യാർത്ഥിയാണ് ആ ഒരു കാര്യം മാത്രമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അല്ലാണ്ട് സെർച്ച് ഓപ്ഷനിൽ നമ്മൾ അങ്ങനെ ഒരു ഫിൽറ്ററും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു. പക്ഷേ നിങ്ങളുടെ പ്രഡിക്ഷൻ നടത്തിയതിന് ശേഷം ഇങ്ങനൊരു ഓപ്ഷൻ കൂടെ ഉണ്ട്. സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ ഇവിടെ നിരവധി സ്റ്റേറ്റുകളുടെ പേരും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റ് മാത്രം മതിയെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സെർച്ച് സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞൊരു ബോക്സിൽ ക്ലിക്ക് ചെയ്ത് ആ ഒരു സ്റ്റേറ്റിലെ കോളേജസ് മാത്രം നിങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ്. ഇനി അതല്ല നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു വൈഡർ ഓപ്ഷൻ വേണമെങ്കിൽ നമ്മളിവിടെ കാറ്റഗറി അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിംഗ് തന്നെ ഇവിടെ നടത്തിയിട്ടുണ്ട്. വെസ്റ്റേൺ സ്റ്റേറ്റ്സ്, അതായത് ഗോവ, ഗുജറാത്ത്, മഹാരാഷ്ട്ര പോലത്തെ ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ഉണ്ട്. ബീഹാർ, ജാർഖണ്ഡ്, ഒഡീഷ, വെസ്റ്റ് ബംഗാൾ, അതായത് IITs ഉള്ള സ്റ്റേറ്റുകളാണ്. കാരണം നമ്മൾ ആദ്യമേ ഓപ്ഷൻ കൊടുത്ത JEE അഡ്വാൻസ്ഡ് ആണ്. അതുകൊണ്ട് ഇവിടെ IITs ഉള്ള സ്റ്റേറ്റുകൾ മാത്രമേ വരത്തുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ നോർത്തിലേക്ക് നോക്കുകയാണെങ്കിൽ നോർത്തിൽ ഡൽഹി, ഹിമാചൽ, ജമ്മു, പഞ്ചാബ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ സൗത്ത്, നോർത്ത് ഈസ്റ്റ്, സെൻട്രൽ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഫോർ പ്രിഫറൻസ് ഞാനിപ്പോൾ ഇവിടെ കേരള എടുക്കുന്നു, അതുപോലെ ഡൽഹി എടുക്കുന്നു, ജമ്മു ആൻഡ് കാശ്മീർ എടുക്കുന്നു, പഞ്ചാബ്, വെസ്റ്റ് ബംഗാൾ, അതുപോലെ മധ്യപ്രദേശ്. ഞാൻ ഇത്രയധികം ഓപ്ഷൻസ് ഇവിടെ സെലക്ട് ചെയ്തേക്കുവാണ്. ഓക്കെ, ഇനി നമ്മുടെ ബ്രാഞ്ച്, അതായത് ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത കോളേജുകൾ അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്സിലുള്ള IITസിൽ ഏതെല്ലാം ബ്രാഞ്ചുകളാണ് ഉള്ളതെന്നാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ആദ്യമേ തന്നെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് IT. ഇത്രയധികം കാര്യങ്ങളുണ്ട്. IT മേഖലയായിട്ട് ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ അല്ലെങ്കിൽ കോഴ്സുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഏതാണ് നിങ്ങൾക്ക് താല്പര്യമുള്ളത് എന്ന് ചൂസ് ചെയ്ത് നിങ്ങൾക്ക് ഫിൽട്ടർ ചെയ്ത് സെർച്ച് നടത്താവുന്നതാണ്. താഴേക്ക് നോക്കുകയാണെങ്കിൽ മെക്കാനിക്കൽ ആൻഡ് അലീഡ് കോഴ്സസ്, യെസ്, ഇലക്ട്രോണിക്കൽ എഞ്ചിനീയറിംഗ്, മെക്കട്രോണിക്സ് എഞ്ചിനീയറിംഗ്, അങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട്. മാനുഫാക്ചറിങ് ആൻഡ് പ്രൊഡക്ഷൻ. നോക്കുക, അപ്പോൾ ഇവിടെ ഇത്രയധികം ഓപ്ഷൻസ് ഉണ്ട്. അവിടെ എല്ലാത്തിനും നമുക്ക് സബ് ഓപ്ഷൻസ് ഉള്ളതായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് എല്ലാം അത് സെലക്ട് ചെയ്ത് നോക്കി അറിഞ്ഞ് മനസ്സിലാക്കി നിങ്ങൾക്ക് സെർച്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇത് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇത്രയധികം ഓപ്ഷൻസ് നിങ്ങൾക്ക് ബ്രില്യൻ സ്റ്റഡീസർ ഈ ഒരു പ്രഡിക്റ്റർ എന്ന് പറഞ്ഞ പ്രോഗ്രാമിലൂടെ നൽകിയാണ്. അടുത്തത് കോഴ്സ് ടൈപ്പ് എന്നുള്ളതാണ്. BArc, BTech. കാരണം നമ്മൾ ആദ്യമേ സെലക്ട് ചെയ്ത് ഈ 2 കോഴ്സായിരുന്നു. അതുപോലെ തന്നെ കോട്ട, ഇൻസ്റ്റിറ്റ്യൂട്ട് ടൈപ്പ്, ചാൻസ്, ഇതെല്ലാം നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് നിങ്ങൾക്ക് കുറച്ചുകൂടെ നിങ്ങളുടെ സെർച്ച് റിസൾട്ട് കുറച്ചുകൂടെ നാരോ ആക്കാൻ വേണ്ടി നമ്മൾ ഒരുക്കിയിരിക്കുന്ന സംവിധാനങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ച് കൃത്യമായിട്ട് നിങ്ങളുടെ റാങ്ക് വെച്ച് നിങ്ങൾക്ക് ഏതെല്ലാം കോളേജുകളിലേക്ക് അഡ്മിഷൻ ലഭിക്കാം എന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു പ്രഡിക്റ്റർ നിങ്ങളിലേക്ക് പ്രഡിക്ഷൻസ് എത്തിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ കണ്ടല്ലോ, ഇങ്ങനെയാണ് നമ്മുടെ പ്രഡിക്റ്റർ എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം ഉപയോഗിച്ച് ജോസ സീറ്റ് പ്രഡിക്ഷൻസ് നടത്തുന്നത്. നമ്മൾ ഇതിന് മുന്നേ തന്നെ 1-2 വീഡിയോസ് വേറെ ചെയ്തിരുന്നു. നീറ്റ് ഓൾ ഇന്ത്യ റാങ്ക്, അതുപോലെ കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് ഒക്കെ അനുസരിച്ച് എങ്ങനെയാണ് ഈ ഒരു പ്രഡിക്റ്റർ യൂസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു വീഡിയോസിനൊക്കെ വളരെ മികച്ച ഒരു പ്രേക്ഷക പ്രതികരണമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പോൾ ആ ഒരു പ്രതികരണങ്ങളുടെ കൂടെ തന്നെ ഞങ്ങൾക്ക് കിട്ടിയ ഒരു സജഷനും കൂടെ ആയിരുന്നു ജോസ സീറ്റ് പ്രഡിക്ഷനും കൂടെ ഇതുപോലെ ഒന്ന് ചെയ്ത് കാണിക്കാമോ എന്നുള്ളത്. സോ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. സോ ആദ്യത്തെ 2 വീഡിയോസിന് നിങ്ങൾ നൽകിയ ആ ഒരു പ്രതികരണത്തിന് വളരെയധികം നന്ദി ഏർപ്പെടുത്തുന്നു. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയും എല്ലാവരും കാണുക. എല്ലാവരും ഈ ഒരു പ്രോഗ്രാം മാക്സിമം ഷെയർ ചെയ്യുക. പ്രത്യേകിച്ച് നിങ്ങളുടെ ഈ പറഞ്ഞ
JEE മെയിൻ അഡ്വാൻസ്ഡ് പോലത്തെ എക്സാംസ് ഒക്കെ ക്ലിയർ ചെയ്തിട്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഈ ഒരു പ്രോഗ്രാം ഷെയർ ചെയ്ത് കൊടുക്കുക. തീർച്ചയായിട്ടും വളരെ ഉപകാരപ്രദമായ ഒരു കൗതുകമുണർത്തുന്ന ഒരു പ്രോഗ്രാം തന്നെയാണ് ബ്രില്യൻ സ്റ്റഡി സെന്റർ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.